ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള നിർണായക വിവരമാണ് ലഭിക്കുന്നത്. മുരാരി ബാബുവിനെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ഓഫീസിലെത്തിച്ചു. SIT മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഗോകുൽനാഥ് ഉണ്ട് ഈഞ്ചക്കലിൽ നിന്നാണ് ചേരുന്നത്. ഗോകുൽനാഥ്, നിർണായകമായ നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയം മുമ്പാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് എത്തിച്ചിരിക്കുന്നത്. ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ശ്രുതി, തീർച്ചയായും ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുകയാണ്. അടച്ചിട്ട ഓഫീസ് മുറിക്കുള്ളിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെയോടെയാണ് ഈ അറസ്റ്റ് നീക്കം ഉണ്ടാകുന്നതെന്നുള്ളതാണ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കൂടുതൽ പ്രതികളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് കൂടി നീങ്ങിയിട്ടുള്ളത്. കേസിൽ രണ്ടാം പ്രതിയാണ് നിലവിൽ സസ്പെൻഷനിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബു എന്നുള്ളതാണ്. മുരാരി ബാബുവിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. പ്രതിപട്ടികയിലുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. അവരെയും ചോദ്യം ചെയ്യാനായി ഇവിടെ ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇടക്കാല ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് ഈ SITയുടെ നിർണായക നീക്കം നിലവിലുണ്ടായിട്ടുള്ളത്. ഈ 2024 ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ നവീകരിക്കുന്നതിനായി കേസിൽ ഒന്നാം പ്രതിയായ മുൻപ് ചോദ്യം ചെയ്യപ്പെട്ട ഇപ്പോൾ റിമാൻഡിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം കൊടുത്തുവിട്ടത് മുരാരി ബാബു ഇടപെട്ടാണെന്നുള്ളത് ദേവസ്വം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നതാണ്. ദ്വാരപാലക ശില്പം നവീകരണത്തിനായി ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിലേക്ക് കൊടുത്തുവിടാനും മുരാരി ബാബു നീക്കം നടത്തിയെന്നും അന്വേഷണത്തിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ മുരാരി ബാബുവിന്റെ പങ്ക്, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന്റെ പങ്ക് വളരെ നിർണായകമാണ്, അല്ലെങ്കിൽ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മുരാരി ബാബുവിനെ രണ്ടാം പ്രതിയായി ചേർത്തതും ഇപ്പോൾ മുരാരി ബാബുവിനെ തന്നെ വിളിച്ചു വരുത്തിയ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തതെന്നുള്ളതാണ്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ SIT ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എല്ലാം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും പോറ്റി പറഞ്ഞതുകൊണ്ടാണ് പാളികൾ ബംഗളൂരുവിൽ കൊണ്ടുപോയതെന്നും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ മുരാരി ബാബുവിനെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈഞ്ചക്കലിലെ ഓഫീസിൽ രാവിലെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതെന്നുള്ളത്. കാരണം ഈ അടച്ചിട്ട മുറിക്കുള്ളിലുള്ള ചോദ്യം ചെയ്യലാണ്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, 12 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. അതേപോലെ തന്നെയാണ് ഇത്തവണയും ചോദ്യം ചെയ്യൽ ഹരി, ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു. നിർണായകമായ വിവരങ്ങൾ എന്തൊക്കെ ലഭിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. കാരണം അത്രയേറെ നിർണായകമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുഖ്യ സൂത്രധാരൻ എന്ന് തന്നെ SIT പറഞ്ഞിട്ടുള്ള ഒരാൾ ആണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ ഉന്നതരിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുമോ എന്ന് തന്നെയാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതുപോലെ കേരളത്തിലെ ഉന്നതരുമായിട്ടുള്ള ബന്ധമടക്കം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം പേർക്ക് പങ്കുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഉന്നതർ ആരൊക്കെ എന്ന് തന്നെയാണ് ഇനി നിർണായകമായും അറിയേണ്ടത്. അത് മുരാരി ബാബുവിലൂടെ ലഭിക്കുമെന്ന് തന്നെയാണോ SIT അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ? തീർച്ചയായിട്ടും ശ്രീ, മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടി തന്നെ അത്തരത്തിലുള്ള വിവരങ്ങളിൽ ഒരു വ്യക്തത വരും എന്നുള്ളത് തന്നെയാണ് SITയുടെ ധാരണ. മാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കട്ടളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ SITയുടെ ഇത് കുറച്ചുകൂടി വിശാലമായ രീതിയിലുള്ള അന്വേഷണമാണ്. അതിൽ അവർ കരുതുന്ന അല്ലെങ്കിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ 2019 മുതൽ 2024 വരെയുള്ള ഗൂഢാലോചന, അത് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ്. അത് 19 മാത്രം നിൽക്കുന്നതല്ല. അതിനെ തുടർന്നുള്ള വർഷങ്ങളിലും സമാനമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ആ സ്വർണ്ണക്കവർച്ച വരുന്ന വർഷങ്ങളിലും നടത്താൻ വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ SITക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 19 മുതൽ 2024 വരെയുള്ള 5 വർഷക്കാലത്തെ ഗൂഢാലോചനയിൽ പ്രധാന കണ്ണി മുരാരി ബാബു ആണ് എന്നുള്ളതാണ് SITയുടെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 വർഷക്കാലവും ഇയാൾ പല പദവികളിലായി. ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് മുരാരി ബാബുവിനെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. SIT മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഗോകുൽനാഥും ഹരിമോഹനുമാണ് വിശദാംശങ്ങൾ നൽകി.